ഫിഷിങ്. നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ്. അവിടെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. ചേട്ടനുണ്ട്, പിന്നെ കസിൻസ് ഉണ്ട്. ഇപ്പോൾ കുളിച്ചിട്ടുള്ളൂ കേട്ടോ. മീൻ പിടിക്കാളെ എരേനേറ്റ് പോകുന്ന 2 ടീംസാണ് ഗൈസ്. ഇതാണ് ഗൈസ്, ഇതാണ് എര. എരനെ പിടിച്ച ആദു അല്ല, ഇതെന്താ പേരെന്നല്ലേ. ഇത് എരേനെ പിടിക്കണ്ടേ. പാത്രം എടുത്തോ, വലിയ പാത്രം എടുത്തോ, കൊറേ മീൻ കിട്ടേ. എക്സ്പേർട്ടാണ് പ്രഭുവേട്ടനൊക്കെ, എക്സ്പേർട്ടാണ് മീൻ പിടിക്കാൻ. ഇതാണ് ഞങ്ങൾ പാടത്തേക്ക് പോണ. അതിൻ്റെ പറമ്പാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ പോണ വഴി. വഴിയേ ഒന്നെടുക്കാണ്ടാ വന്നുകള്. ഇതാണ് ഞങ്ങളെ അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലം. കണ്ട ഗൈസ്, അകെടുക്കണേ. എൻ്റെ വീട്ടിലത്തെ വഞ്ചിയാണ് ഗൈസ്. ആരും യൂസ് ചെയ്യില്ല. അതുള്ളൂ കൂടി തന്നെയാണ് ഗൈസ്. ചെറിയ വെള്ളം വന്നിട്ട് ചിരിക്കാവോ. അപ്പം ഞങ്ങൾ ഞങ്ങൾ അതിന് വടിയാ. ഇത് നീളമുള്ള വടി വേണ്ട, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇട്ടാൽ മതി, നിങ്ങൾ മീൻ പിടിച്ചാൽ മതി. ഞാൻ നോക്കി നിൽക്കാം. എന്നിട്ട് ആ മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ മീൻ പിടിക്കാതെ വടി വെട്ടുന്നു ഗൈസ്. വടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മീൻ പിടിക്കാൻ പോവാം. കിട്ടുമോ? ഞങ്ങളങ്ങനെ ചൂണ്ട റെഡിയാക്കുന്നതിൻ്റെ തിരക്കിനാണ്. അല്ലാതോ ഗൈസ്, എൻ്റെ വീട്ടിലത്തെ വഞ്ചി. ഇതിലൊക്കെ മീൻ ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിലൊക്കെ ഇത് നമ്മളിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ മീനെ കിട്ടും. ഇത് മീൻ കുടുങ്ങിണ്ടാവുമോ? ചിലപ്പോൾ ചേരൊക്കെ ഉണ്ടാവും ഗൈസ്. മീനെ കിട്ടുമോ? മീനെ കിട്ടുമോ? അതോ മീന് കിട്ടുക പ്രവേട്ട? കിട്ടണം കൈസ്. വൈറലാവാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇരിക്കുന്നത് കൈസ്. അനുക്കമോൺ വൈറലാവണം. ഇവിടെ ഞാൻ കുറേ ഗൈസ് വിളിക്കുന്നുണ്ടല്ലേ. അപ്പം ഞങ്ങളുടെ ഇവിടെ വെച്ചാൽ ഫുള്ള് വെള്ളമാണ്. അപ്പം എവിടെ നിന്നാലും മീൻ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഏട്ടൻ വന്നെ കിട്ടുന്നു. പോയാ സാധനം പോയാ? അതിൽ എന്തിനെ വെച്ചുള്ളത്? എരേനെ, മണ്ണിരേനെ വെച്ചിട്ടുള്ള ഗൈസ്. മണ്ണിരോണ്ടും പിടിക്കാം, പുൽച്ചാടിയോണ്ടും പിടിക്കാം, ഇത് നമ്മളിങ്ങനെ കോർത്തിട്ട് അണ്ടിടും. അത് കളയണ്ട, അന്നോടി. മീനെ കിട്ടി, നോക്കട്ടെ. മീൻ ചെറുതാ. അയ്യോ, ചെറിയ മീന് കഴിച്ച് കിട്ടി. അതുകൊണ്ട് നമ്മള് മീൻ വേറെ പിടിക്കും. പക്ഷെ ഇതിനെ ചൂണ്ടിട്ട് പിടിച്ചതിനെ വളർത്താൻ പറ്റില്ലല്ലോ. ഈ എപ്പോഴാ അത് ഇടുക? എൻ്റെ ചൂണ്ട ശരിയായില്ല. നമ്മുടെ എക്സ്പേർട്ടായ പ്രഭുവേട്ടനാണെന്ന്. അയ്യോ, ചെറുതാണല്ലോ കിട്ടണേ. നോക്കട്ടെ. നല്ല ചെറുതാ. ഇത് വളർത്തുന്നോണ്ടേ നമുക്ക് അവിടെ ഒരാളപ്പുറത്തിരുന്നുണ്ട് ഗൈസ്. ഞങ്ങളിന്ന് മീൻ കിട്ടി, അത് വെച്ച് കറി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. അല്ല അതോ
അവിടെ ഇട്ടാ കിട്ടോടാ. അത് മീൻ കഴിക്കില്ല. ബൈ. വഞ്ചിയാണ് ഗൈസ്, വഞ്ചി ഒക്കെ കയറ്റി വെച്ചിരിക്കാം. ആ പോണ വഴിയില്ല, വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ ടൗണെത്തും. ഇവിടെ വെള്ളമില്ലാത്ത ടൈമിൽ ഇത് കൂടെ ഇങ്ങനെ വണ്ടി പോകും ഗൈസ്. ഇപ്പോൾ വണ്ടി പോവില്ല, ഇപ്പോൾ മൊത്തം വെള്ളമാണ് ഇവിടെ. ഇതാര വഞ്ചിയാ? വലിയ വഞ്ചി. ഇത് മൊത്തം ഇവിടെ മീൻ പിടിക്കാൻ പോണ ആൾക്കാരെ സാധനങ്ങളും. തലാണ എന്തിനാ? അത് തലാണല്ലടി, അതാ അതിൻ്റെ ഉള്ളിൽ വലയാണ്, വല. അതിലൊന്നുമില്ല. ഒരാൾ മീൻ പിടിച്ചിട്ട് മരത്തുമ്മ കുടുങ്ങി. ആദ്യം പോയി ചൂണ്ടലിടാൻ പിടിക്കണം. അതൊരു മറ്റേ CRP പിടിച്ചു തരുമോ? കണ്ണനായാലോ? പേരെ കോർക്കുവാണ് ഗൈസ്, പേരെ കോർക്കുകയാണ്. അടുത്തതിന് അതിന് എന്തായാലും കിട്ടും. അല്ല അതോ മീനൊന്നും കാണാനില്ലല്ലോ. ഏതാ മീൻ നോക്കട്ടെ. CRP ആണ്. ചിരട്ടല്ല, കവർ എടുത്തില്ല. അത് പോ മീനെ പിടിക്കരുത്. ആ പോയി. നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടുക്കട്ടെ, മീനെ കിട്ടിയെന്നെങ്കിലും പറയാലോ. എന്ത് മീനാ? എൻ്റെ ബാലൊക്കെ ഞാൻ ഒടിച്ച്. മീനെ കിട്ടി. ഇത് നമുക്ക് വെള്ളത്തിട്ടേക്കാം. എന്തല്ലേ കുപ്പിയിലേക്കാലോ? അപ്പോൾ അടുത്ത കിട്ടിയിട്ട് ഇതെന്താ ചെറുത് കിട്ടണ്? നോട്ടോണ്ടേ ഇത് പിടിച്ചേ. നല്ല പിടിക്കടാ. അത് ഫോക്കസ് ആവണില്ല. ചെറുതാലോ. മീൻ്റെ ഗിൽസി പിടിച്ചിട്ട് കുളത്തിന് തള്ളുക. അത് വായ തുറക്കുമ്പോൾ കുളത്തിന് നൈസായിട്ട് എടുക്കത്തുള്ളൂ. എത്ര ഉള്ളൂ അതിന് കളയ്യ? അതിലിട്ടോ അവിടെ അത് പോരും. ഇതിനെ തിന്നാച്ചോ? വറക്കാം. ചെറുതല്ലേ, വലുതായാലും പിടിക്കാം. വലിയ സാധനം കിട്ടും അവിടെ. അപ്പം അതിനെ കളഞ്ഞു വെച്ച് ഇന്ന് കിട്ടോ? അതോ വലിയ നേരം തിന്ന്. ഇത് ചാടി പോകാൻ കിട്ടും. അത് ഇപ്പോൾ അനങ്ങണില്ലല്ലോ, പക്ഷെ ഇതിനെ വെള്ളത്തിട്ട് അനങ്ങും ഗൈസ്. ഓടിക്കളിക്കണ കാണാം. ആരാ സുന്ദരി എൻ്റെ വാലൊക്കെ പോയി. വാലെങ്ങനെ പോയി? ഹലോ അനങ്ങി. പേരെന്താണ് ഈ മീനിൻ്റെ? ഇതിന് ഗൈസ് CRP എന്ന് പറയും. ഇതാണ് CRP. വേറെ നാട്ടിൽ വേറെ പറയും. നമ്മുടെ നാട്ടിൽ ഇത് CRP. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും ഗൈസ്? നമ്മളിവിടെ കണ്ണെന്ന് പറയും. വേറെ എവിടെ പറയുക വരാലെന്ന്? ഈ ബക്കറ്റിൽ നമ്മൾ നിറയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഇട്ട് നോക്കാം. ഇത് കിടന്ന് ഓടിക്കളിക്കണം കാണാ. എത്ര നേരം എനങ്ങാണ്ട് കിടന്നോട്ടെ. എനങ്ങാണ്ട് കിടന്നീന ആളാണ് ഗൈസ്.
എന്താ എനർജി. ഓന് മീന് കിട്ടി, അത് പക്ഷെ ചെറുതായിരുന്നു അല്ലേ. ഞങ്ങളൊരു കണ്ണനെ പ്രതീക്ഷിക്കുന്നു. വെയിറ്റിങ്ങിലാണ് ഗൈസ്. അത് ഞങ്ങള് മീൻ പിടിക്കുന്ന എക്സ്പേർട്ടാണ് ഗൈസ്. ഈ വഞ്ചിയുടെ ഓണറാണ് ഗൈസ് ആ നിക്കുന്നത്. യൂട്യൂബ്. അതെ അതെ അതെ. ആ ശരി. വേണ്ട ഞങ്ങളാരാണ്ട് വരാതിരിക്കുന്നു. അവിടെ പോയിട്ടാ ഞങ്ങൾക്ക് നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. അപ്പൊ ഞങ്ങൾ അടുത്ത സ്പോട്ട് നോക്കാം. അങ്ങടല്ല ഞങ്ങള് ഫ്രണ്ട് സ്പോട്ട് നോക്കി പോവാണ് ഗൈസ്. എങ്ങട് അതിന് മീൻ കിട്ടണോ? മീൻ കിട്ടണോ? അതെ. അയ്യോ അത് കൈ പിടിക്കാം. അപ്പം ഞങ്ങൾ അടുത്ത സ്പോട്ട് നോക്കി പോവാണ്. അവിടെ മൊത്തം ചെറിയ മീനാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയിലാണ്. ഫോറസ്റ്റിൻ്റെ അല്ലേ സത്യം പറഞ്ഞാൽ. കാടുകൾ താണ്ടി മലകൾ താണ്ടി. അയ്യോ ഒരാൾ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ നാട്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കുളം. വേഗം കൊണ്ടമാർ എന്തിട്ടാ ഇവിടെ ഉള്ളത്? അയ്യോ ഇവിടേക്ക് എങ്ങനെ ഇറങ്ങാ? ഇന്നെ പിടിക്കടി. മീൻ പിടിക്കുന്നു. സൂമാക്കാണ്. സൂമാക്കിയ ക്ലാരിറ്റി. ഓ കണ്ണൻ. കണ്ണനെ കടുവ ആക്കണോ? എവിടെ ശബ്ദം ഉണ്ടാക്കിയ മീൻ വരിക. അവിടെ ഇട് കിട്ടും. വെള്ളം കൊണ്ടു ഇറക്കിക്കോ. കിട്ടിയാ ഇല്ല. അപ്പം മീനെ കിട്ടി. അതിനൊക്കെ നമുക്ക് പിന്നെ കാണാം. അവിടേക്ക് പോകാൻ പറ്റില്ല. കുറെ മീനുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള മീനാ. പൊളയനൊക്കെ വരുന്നുണ്ടല്ലോ. നീല കളറാ. ഈ കണ്ണനും ഇതൊക്കെ ഇല്ലേ ഇതില്? അത് മീനെ പിടിച്ചു. സാധനം പോയാ? എടുക്ക്. എവിടെ? അത് വീഴണ്ടട്ടാ. അയ്യോ അതിനിട്ട് എടുക്കടാ. അതിന്റെ മീനൊക്കെ ഭയങ്കര പവറുള്ള മീൻ. നീല കളർ വീണാ വെള്ളത്തിൽ വീണെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. മുള്ളും ചേർന്നുള്ളിക്ക് പോയി. അവിടെ അതാ കിടന്ന് പൊളയിനാ സൈഡ്. ആരൊക്കെ അവിടെ കിടന്ന് കരയുന്നു. ഒരു സാധനം ഡാർ സാധനം. എന്തുട്ടാ കണ്ണനാ? അവിടെ നിക്കേ. അപ്പൊ ഞങ്ങക്ക് മീനെ കിട്ടി. ഇതെന്തുട്ടാ കണ്ണനാ? കണ്ണനാണ് കേസ് കിട്ടിയത്. അമ്മേ
അവിടെ സ്കൂളിലുണ്ടല്ലോ. കണ്ണന് കിട്ടി ഗൈസ്. എടുക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് രണ്ടാം കൂടി ചെയ്യാന്ന്. അപ്പൊ രണ്ടാളും കൂടി ഞാൻ പൈസ ഇത് കണ്ണനല്ലേ? അറിയുന്നൊരു വ്യക്തിയാണ്. ഇവിടെ മൊത്തം കൃഷിയാവും. അപ്പൊ കൃഷിക്ക് വേണ്ടിട്ട് ഇവിടുന്ന് വെള്ളം എടുക്കും. അതിനൊക്കെ വേണ്ടിട്ട് ഉണ്ടാക്കിയ നൈസ്. ആ മറ്റേ ഒരു സാധനം ഉണ്ടാവും, അതില്ല. എങ്ങനെയാണ് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട്? ആ ഓൾറെഡി അവിടെ ഇട്ട് ആൾക്കാർ ഇട്ടിട്ട് അത് പോരാന്നൊക്കെ. വേറെ സ്ഥലത്തേക്ക് പോയി. ഞങ്ങളും പോവുക. ബൈ ബൈ. ഒരു മീനേയും കൂടി കിട്ടി. എടുത്തോണ്ടാണ് ഇവിടെ വെക്കി. ഗൈസ് ഇതാ വരുന്നു. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാ അല്ലേ? നമ്മൾ വേറെ സ്ഥലത്തേക്ക് വേണ്ടി ഇവിടെ കിട്ടാത്തോണ്ട് വേറെ സ്ഥലത്ത്. ഗൈസ് മഞ്ഞീരാ. ഇങ്ങനെ പോവാൻ പറ്റില്ല. ഗൈസ് ഗൈസ് നല്ല മീൻ മോനെ, മീനുണ്ടായി. നല്ല മീനുണ്ട്. ആര് പറഞ്ഞ നല്ല മീൻ? എവിടെ രാധേട്ടൻ്റെ എനിക്ക് തായോ. ഗൈസ് ഇവിടെ ഒഴുകണ സ്ഥലമുണ്ട്. ഒഴുക്കുണ്ട്, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇതാണ്ടോ ഇപ്പുറത്തെ കണ്ടത്തിന്ന് ഇപ്പുറത്തെ കണ്ടത്തേക്ക് വെള്ളം പാസ് ചെയ്യും. നല്ല ഫോഴ്സ് ഉണ്ട്. വീണാ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് എത്തും. ഇപ്പുറത്തേക്ക് എത്തില്ല, അങ്ങനെ പോകും. അങ്ങനെ പോവും. അപ്പൊ ആ വഴി ഗൈസ് ആ വഴി ഇങ്ങനെ പോകാൻ പറ്റും ഗൈസ്. ഇങ്ങനെ പോയാൽ നമ്മളെ എടപ്പാൾക്ക് പോകാനുള്ള വഴി ഇത്. ഇവിടെ പോയി നേരെ പോവാ. ഇനിച്ചറ ഭാഗത്തേക്ക് എത്തും. ഇനി ഇവിടെ ഒക്കെ ടൂറിസ്റ്റ് ആയ സ്ഥലമാവാൻ പോകും. ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗൈസ് പോകും. നല്ല രസമായിരുന്നു. ഞാനിത് പിടിച്ച ഞാൻ വീടട്ടെ, മീൻ പിടിക്കട്ടെ. ഇവിടെ ഇട്ടാ കിട്ടുമോ? ഇതിലല്ലേ മീൻ ഉണ്ടാവുക. ആ മാറ്റിടാണ്ടായി. പിടിച്ച്. അപ്പൊ എന്താ പോണേ? ഞാൻ മീനെ പിടിച്ച് കാണിച്ചേ. ഇത് താന്നു പോവോ? കിട്ടുമോ? ഇനി അടുത്തത് അനുവിൻ്റെ ട്രൈ. അതുവിനെന്താ കിട്ടിയേ? പ്ലാസ്റ്റിക്. വെട്ടനെ കിട്ടി. ഇനി വെട്ടനെ വിട്ടിട്ടുണ്ടെങ്കിൽ വെട്ടൻ ചാവും. അതുകൊണ്ട് നമ്മൾ ഈ വെട്ടനെ ഉപയോഗിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് വേറെ കാണാനെ പിടിക്കാനുള്ള ഒരു പോയാ അതൊക്കെ തരുമോ? ഞാൻ ഒരു മീനെ പിടിച്ച് കണ്ടേ. ഞാനൊന്ന് ഇടട്ടെ. എന്താണ് ഞാൻ പിടിച്ചത്? ഞാൻ അത് അവിടുന്ന് കിട്ടുമോ? ഇവിടെ എന്താ പ്രശ്നം അറിയോ? അതിന് ഫോണ് പിടിച്ചോണ്ട്. അടുത്ത ആളാണ് ഇല കുറക്കാണ്. ഞാനാണ് ചൂണ്ടിലിടാൻ പോണ മീനെ കിട്ടും. കാണാനെ തന്നെ കിട്ടും. ഇല്ല അതോ
ഞാനാണ് ഇടാൻ പോണി. അപ്പം ഞാൻ കണ്ണനെ ഇല്ല അവിടെ അല്ല ആ സ്ഥലത്തിട്. ഇരുന്നു അവിടെ. ചീക്കുട്ടി മീനെ പിടിക്കുന്ന അപ്പം ഞാൻ മീൻ പിടിക്കാൻ ഇതിങ്ങനെ കിടന്ന് അനങ്ങൂല്ലേ? പറയുമ്പോൾ ഇതാക്കണം അത് കൊണ്ടുപോകാൻ വേണ്ടി കാട്ടി ഞാൻ വീണ്ടും മീനെ പിടിച്ച് അങ്ങനൊക്കെ പോയി ഇതിനെ ആരാന് മാറി ഇത് ഇറങ്ങി പോകുന്നില്ലല്ലോ. അങ്ങനെ എടുക്കാൻ കേട്ടോ. അത് കൊളത്തി വലിച്ചു പൊട്ടിക്കരണ്ടി. വാവ്, വലിയ മീനെ ഞാൻ പിടിച്ചു. എല്ലാവരും കൂടി വരണ്ട ഇളകാണ്ട് നിൽക്കും. ഇതിൽ ഒരു കുടുങ്ങിട്ട് കുത്തി വലിച്ചുണ്ടേ. ചെറിയ ചെറിയ മീൻകുട്ടികളുണ്ട് ഇവിടെ. അതിൻ്റെ അടുത്ത് അതിൻ്റെ വഴിക്ക് പോയി. നിങ്ങൾ ആളിലാരണടി കണ്ണൻകുട്ടീനെ കിട്ടിയ നോക്കട്ടെ. അതും കണ്ണൻകുട്ടീനെ കിട്ടി. ഇത് കണ്ണൻ്റെ ത്രിൽഡ് സാധനം. ഇതല്ല വരാടി പുള്ളി വരാൻ കുട്ടി വരാൻ ഒരു ഉണ്ട് കണ്ണൻ്റെ കുട്ടി അങ്ങോട്ട് അങ്ങോട്ട് കുറച്ചാണ്ടാ ഗൈസ് കൂറ, പുൽച്ചാടി, മണ്ണര, മൈദമാവൊക്കെ വെച്ച് മീൻ പിടിക്കും. അതെ, ഇപ്പൊ ഉമ്മളയിലുള്ളത് മണ്ണിര. കൊത്തി തീറ്റ കൊണ്ടേയില്ല. അപ്പം അത് മതി, ഞങ്ങളങ്ങനെ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഒന്നും കിട്ടിയില്ല, ഒരു 4-5 എണ്ണത്തിന് കിട്ടി. അപ്പം ഏട്ടന് ഇടണ്ടേ? അളവെടുത്തോ. ഇതേ കിട്ടിയുള്ളൂ ഗൈസ്. ഇത് വെച്ച് കറി അതെ, ആകെ ഒരു 1 2 3 4 5 6 6 7 മീനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വറക്കാം. അപ്പം ഞങ്ങൾ മീൻ പിടിച്ച് വന്ന് ഗായ്സ്. ഞങ്ങൾക്ക് ഒരു കടു, അതെന്തിട്ടുള്ളത്, ഒരു കടു, പിന്നെന്താണ് അങ്ങനെ മീൻ പിടുത്തം കഴിഞ്ഞ് ഗൈസ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.